ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Anistechfactory. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചട്നിയാണ് ചെയ്തു കാണിക്കുന്നത്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഉഴുന്നുവടയ്ക്കുമൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു തക്കാളി ചട്നി. അപ്പോൾ അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മീഡിയം സൈസ് തക്കാളി 3 എണ്ണം കട്ട് ചെയ്തെടുത്തത്, സവാള കട്ട് ചെയ്തെടുത്തത്, തീരെ ചെറുതായതുകൊണ്ട് ഞാനൊരു 4 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 5 അല്ലി 2ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, മല്ലിയില, കറിവേപ്പില, ഓയിൽ, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ആദ്യം സ്റ്റൗ ഓണാക്കി കടായി വെച്ചിട്ടുണ്ട്. ചൂടായ കടായിയിലേക്ക് നമുക്ക് ഒരു 4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായ ശേഷം ആദ്യം സവാള ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ആദ്യമേ തന്നെ ചേർക്കുകയാണ്. അപ്പോൾ സവാള വേഗം വഴന്ന് കിട്ടുകയും ചെയ്യും. സവാളയ്ക്ക് പകരമായി സ്മോൾ ഒനിയൻ ഉപയോഗിക്കാം. സ്മോൾ ഒനിയൻ ആണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പില വേണമെന്നുള്ളവർക്ക് ചേർത്താൽ മതി. കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും ടേസ്റ്റും കിട്ടും. സാധാരണ എല്ലാവരും കറിവേപ്പില എടുത്ത് കളയുകയാണ് പതിവ്. അരഞ്ഞു ചേരുന്നത് കൊണ്ട് ഇത് നമ്മൾ കഴിക്കുകയും ചെയ്യും. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ചുരുങ്ങി വരണം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റിയെടുക്കാൻ. തക്കാളിയും സവാളയും നന്നായി വെന്ത് വഴന്ന് വരണം. അപ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുന്നത്. ഇപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത ഓയിലെല്ലാം തെളിഞ്ഞു കാണാം. വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് അരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ കേടുകൂടാതെ ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. മുളക് പൊടിയുടെ പച്ചമണമെല്ലാം മാറി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അവസാനമായി നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. 1 സെക്കൻഡ് ഇതുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാ ചേരുവകളും വഴറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ചൂടാറിയ ശേഷം ഒരു മിക്സി ജാറിലേക്ക് മാറ്റി നന്നായി അരച്ചെടുക്കാം. തക്കാളി ചട്നി അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് പ്രത്യേകം താളിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ടൊമാറ്റോ ചട്നി വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. ദോശയ്ക്കും ഇഡ്ഡലിക്കും നല്ല ഒരു കോമ്പിനേഷനാണിത്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു ചട്നിയാണ് ടൊമാറ്റോ ചട്നി. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, until then, see you in the next video.